നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നഗരം ഉറങ്ങിക്കിടക്കുമ്പോൾ, സമാധാനത്തോടുകൂടി ഉറങ്ങിക്കിടക്കുമ്പോൾ പലരും ഭയപ്പെടുകയാണ്. ഏതു നിമിഷവും മുല്ലപ്പെരിയാർ എന്ന ആ ജലബോംബ് പൊട്ടാം എന്നുള്ള ഭയം. അത്തരത്തിൽ ഭയപ്പാടുണ്ടാകുന്ന ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരിടത്ത് കുറച്ച് ആളുകൾ ഉറങ്ങാൻ കിടക്കുകയാണ്. ജനങ്ങൾ സാധാരണ ജോലിയെല്ലാം ചെയ്ത് ഉറങ്ങാൻ കിടക്കുകയാണ് സമാധാനമായി. പൊടുന്നനെ നോക്കുമ്പോൾ തറയിൽ കിടന്ന ബെഡ്ഷീറ്റും തറയിൽ കിടന്നവരൊക്കെ തന്നെ നനഞ്ഞു കുളിക്കുകയാണ്. മുട്ടോളം വെള്ളവും ഇരച്ചെത്തുകയാണ്. ദൈവമേ, മുല്ലപ്പെരിയാർ പൊട്ടിയോ എന്ന് പോലും തോന്നിപ്പോയി പലർക്കും. നഗരവും ഉറങ്ങിക്കിടന്ന നേരത്ത് തമ്മനത്തെ കൂറ്റൻ ജലസംഭരണിയുടെ പാളി തകർന്ന് തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പരിഭ്രാന്തരായി ജനങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. 1.35 കോടി ലിറ്റർ 1.5 കോടി ലിറ്റർ ശേഷിയുള്ള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കാണ് പുലർച്ചെ 3 മണിയോടെ തകർന്നത്. ടാങ്കിന് പിന്നിലായുള്ള 10ഓളം വീടുകളിൽ വെള്ളം പൂർണ്ണമായും കയറി. വെള്ളത്തിൽ ഒഴുകിപ്പോയി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഗൃഹോപകരണങ്ങളും മറ്റും നശിച്ചു. കോർപ്പറേഷൻ 45ാം ഡിവിഷനിലെ ജലസംഭരണിക്ക് 40 വർഷത്തിലേറെ പഴക്കമുണ്ട്. അപകട സമയം 1.15 കോടി ലിറ്റർ, അതായത് 1.15 ലക്ഷം ലിറ്റർ വെള്ളം സംഭരണിയിൽ ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരു വിവരം. എന്തായാലും ഇത് പൊട്ടി തകർന്നു വീണപ്പോൾ ആൾക്കാരെല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അതായത് സുപ്രഭാതത്തിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവം അത് ഒരിക്കൽ പോലും ആരും ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഞെട്ടലോട് കൂടിയാണ് ജനങ്ങൾ വീട് വിട്ട് ഇറങ്ങി ഓടിയത്. എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ. എന്തായാലും ചില ജനങ്ങളുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. 2:30 ആയപ്പോഴത്തേക്കാണ് കൗൺസിലർ വിളിച്ചത്. ഷൈമ ചേച്ചി ഇറങ്ങി വാ, പമ്പ് ഹൗസിൻ്റെ പൊട്ടിയിട്ടുണ്ട് പമ്പ്, അതുകൊണ്ട് ഇങ്ങോട്ട് ഷൈമ ചേച്ചി ഇറങ്ങി വന്നു. ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഞങ്ങളുടെ ഈ പൊക്കത്തിലാണ് വെള്ളം, നന്നായിട്ട് വെള്ളം ഒഴുകി തന്നെയും. പേടിയാവുന്നു, എന്താ സംഭവിച്ചതെന്നറിയില്ലല്ലോ. ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് വെള്ളം കുറയാൻ തുടങ്ങിയത്. ഈ വീട്ടിലൊക്കെ വെള്ളം കയറി, അവരൊക്കെ മോട്ടർ വെച്ചാണ് വെള്ളം, ചെളിയോടെയാണ്. അതുപോലെ ഇപ്പുറത്തെ വീട്ടിൽ, ആ വീട്ടിലൊക്കെ വെള്ളം കോരിക്കളയണേർന്ന്. ഇവിടെ ഇരുന്ന് വെച്ചാൽ ആ പൈപ്പിന്റെ സാധനമില്ലേ, അത് ഇവിടെയാണ് ഇരുന്ന് വെച്ചാൽ അത് അവിടെ ഒഴുകിപ്പോയി. ഈ ഓട്ടോ അതിമേൽ തങ്ങി നിന്ന് 2:45 അപ്പൊ കുട്ടികൾ ഇന്നലെ എൻ്റെ കൂടെ അവിടെ താഴെ നിലത്താ കിടന്നിരുന്നത്. അപ്പൊ അവര് പറഞ്ഞു, അമ്മ അതാ വെള്ളം പൊങ്ങുന്നു എന്നങ്ങനെ പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ വെള്ളം ഇത് എവിടുന്നാ വന്നേ, നമുക്കൊരു ഐഡിയ ഇല്ല. എന്താ പറ്റേ, ഇനി മുല്ലപ്പെരിയാർ പൊട്ടിയെന്ന് പോലും ചിന്തിച്ചു പോയി. ഇത്രയും പെട്ടെന്ന് എവിടുന്ന വെള്ളം വന്നേന്നേ, നമുക്ക് ഒരു പ്രതീക്ഷയില്ല. ഇവിടെ ഇങ്ങനെ ഇത് പൊട്ടും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും തമ്മനത്തെ ഈ ജലസംഭരണി പൊട്ടിയുണ്ടായ സംഭവത്തിൽ ജലവിതരണം സുഗമമാകുകയാണ് ഇനി വേണ്ടത് എന്നാണ് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പറഞ്ഞത്. അപ്രതീക്ഷിത സംഭവമാണിത്. ആളപായം ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം. കുടിവെള്ള ടാങ്കറുകളിലൂടെ ജലവിതരണം സുഗമമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടപടികൾ വേഗത്തിലാക്കുമെന്ന് കളക്ടറും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജലവിതരണം സുഗമമാക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കുമെന്ന് കളക്ടർ ജി പ്രിയങ്ക പറയുന്നു. നാശനഷ്ടം സംബന്ധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകും. തദ്ദേശ പ്രതിനിധികളുമായി കൂടിയാലോചന നടത്തുകയും ചെയ്യും. അടിയന്തര പരിഹാരം വേണമെന്ന് ഹൈബി ഈഡനും പറയുന്നുണ്ട്. നിരവധി പേർ ആശ്രയിക്കുന്ന, നിരവധി പേരെ ബാധിക്കുന്ന പ്രശ്നമാണിത്. കുടിവെള്ള വിതരണം സുഗമമാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഹൈബി ഈഡൻ MP പറയുന്നു. ടാങ്കിന്റെ അവശേഷിക്കുന്ന ഭാഗത്തിന്റെ ബലത്തെക്കുറിച്ചും കൃത്യമായ പഠനം നടത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപകടത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി നൽകണമെന്നും കാലതാമസം വരുത്തരുത് എന്നും TJ വിനോദ് MLA ആവശ്യപ്പെട്ടു. അപകടം ഒഴിഞ്ഞതിൽ ആശ്വാസമെന്ന് ഉമാ തോമസ് MLA പ്രതികരിച്ചു. ഇത്തരമൊരു സംഭവം അപ്രതീക്ഷിതമാണ് എന്നും അപകടം ഒഴിഞ്ഞതാണ് ആശ്വാസമെന്നും ഉമാ തോമസ് MLA വ്യക്തമാക്കി. എന്തായാലും തീർച്ചയായിട്ടും ജനങ്ങൾ ആ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും.